പുതിയ കക്കാടംപൊയിലെ ഫീൽഡിലോട്ടുള്ള വഴി. പറഞ്ഞോ. ഈ റോഡ് മാത്രമേ പ്രശ്നമുള്ളൂ. ഇത് വണ്ടി കയറി പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് തുടക്കം കേട്ടോ. വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആദ്യം വഴിയും കാര്യങ്ങളും തെളിക്കട്ടെ. ഫോറസ്റ്റോട് കയറാൻ പറ്റില്ല. മോനെ 1 മണിക്കൂർ കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറയും. മണ്ണ് കരിക്കട്ട മണ്ണ് കൊള്ളില്ലേ? അടിപൊളി സാധനം. ഇതൊക്കെ ആനയുടെ പാടാ, കാൽപ്പാട്. നമ്മുടെ പറമ്പിലാകുമ്പോൾ തെങ്ങ് നോക്ക്. 18 തെങ്ങുണ്ട്. 18 തെങ്ങോട്ടെ. 18 ഈ ചെറിയൊരു പൊട്ടത്തിന് നമുക്കും പറ്റി. തെങ്ങൊക്കെ മൊത്തം പോയപ്പോൾ എല്ലാം കുറ്റി മാത്രമേ ഉള്ളൂ, മൂട് മാത്രം. ഇതൊരു തെങ്ങിൻ്റെ കുഴിയായിരുന്നു, അവിടെ ഒരു തെങ്ങിൻ്റെ കുഴിയുണ്ട്. വെള്ളമേ ആദ്യം നമുക്ക് പറമ്പ് പോകണം, അതാണ് എൻ്റെ ആവശ്യം. ഈ വെച്ചൊരു കൊക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒറ്റ കൊക്ക എത്ര നേരം കിട്ടിയ വഴി ഇതിൽ തന്നെ വഴി. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇത് നമ്മുടെ പറമ്പിലോട്ട് പണ്ടുണ്ടായിരുന്നൊരു വഴിയാണ്. ആ വഴി നമ്മൾ ഇങ്ങനെ തേടി പോകുന്ന വഴി. ഇപ്പോൾ വണ്ടിയൊന്നും പോകത്തില്ല. ആനപ്പിണ്ടുണ്ട്, ആനയുണ്ട് എടുപ്പ്. എവിടെ ഒളിച്ചിരിക്കുന്നൊന്നും അറിയത്തില്ല. ആന വന്ന് മാറിപ്പോയേക്കണത്. കുട്ടാക്ക സമയം എടുക്കും വൃത്തിയാക്കിയെടുക്കാം. ഇതുണ്ടോ ഭയങ്കര മൊത്തം അതിലൊക്കെ മോനെ കാണിച്ചു തന്നു. നമ്മൾ ആദ്യം ബൗണ്ടറി ഈ JCB വെച്ച് കയറി എടുത്തുകൊണ്ടിരിക്കുക. ബൗണ്ടറി ലെവലാക്കിയിട്ടേ ഫെൻസിങ്ങിടെ ആളെ അതൊക്കെ എല്ലാം കുറച്ച് കുറഞ്ഞ രീതിയിലുള്ള സെറ്റാക്കാം. അടുത്തു പോന്നേ കയറി ബൗണ്ടറി ചെയ്തട്ടോ ഫോറസ്റ്റിൻ്റെ. എന്തായാലും നമ്മൾ അറിഞ്ഞ് കളിക്കുക. ഫുള്ള് കാടായിരുന്ന സ്ഥലമാണ് നമ്മൾ വീട്ടിൽ കളിച്ചത്. പറമ്പാക്കും കൃഷിക്കുള്ള പറമ്പ്. ഓക്കെ, അടക്കൽ ഞാൻ കുറച്ച് റിസർച്ച് ആവും തുടങ്ങി. ഇതാ മറ്റേ മഞ്ഞപ്പാറ. അതിൻ്റെ അപ്പുറം കാണുന്ന വലിയ മരങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ ആണ്. ഇത് മൊത്തം ബോർഡർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ അടിക്കുക. തെങ്ങൊക്കെ ആന ചവിട്ടി മറിച്ചിട്ട് കണ്ടോ. തെങ്ങൊക്കെ പഴയ പോയി. 1, 2, 3, 4, 5, 6 തെങ്ങ് ഈ വഴി തന്നെ. ഇതിൻ്റെ താഴ്വശമാണ്. ഈ നേരം എത്ര തെങ്ങുണ്ടായിരുന്നു എല്ലാം ആന ചവിട്ടി മറിച്ചിട്ടേക്കുക. ഇത് നമ്മുടെ ബൗണ്ടറിയാണ്. ഇതിങ്ങനെ അങ്ങനെ അടിച്ചു. ഇതിങ്ങനെ ഒന്നിങ്ങനെ മൊത്തം പറമ്പിൻ്റെ ചുറ്റും ബൗണ്ടറി തിരിക്കുക. ആദ്യം ഫുള്ള് 7 ഏക്കർ റൗണ്ട് ചെയ്യുക കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നല്ല ദൂരമുണ്ട്, ഒരു 100-200 മീറ്ററോളം ഉണ്ട്. ഇങ്ങനെ ബാക്കി ഇങ്ങനെ നമ്മൾ പറമ്പ് കിടക്കുക. അതിങ്ങനെ നമ്മൾ ഇതാ മറ്റേ താഴത്തെ തോടാണ്. മൊത്തം മൊത്തം മറിച്ച് 20 തെങ്ങുള്ളൂ കേട്ടോ ഇതിനകത്ത്. ഇപ്പോൾ ബാക്കിയെല്ലാം പോയിട്ടോ. മാക്സിമം പണി ഇതുകൊണ്ട് ഈ ഫാക്ടറി ഇതുകൊണ്ട് തീർക്കാമെന്ന് വെച്ചിട്ടുണ്ടാവും. ബാക്കി ഫാക്ടറിക്ക് ഫെൻസിങ്ങുമായി പറഞ്ഞൊരു സബ്സിഡി ഉണ്ടെന്ന് കുറേ. ഇതിനൊക്കെ സബ്സിഡി ഉണ്ടെന്നാണ്. നമ്മൾ കുറച്ച് പൈസ മുടക്കി കൊടുത്താൽ ഇതാവുന്നതാണ്.